Good morning, all. Good morning. Good morning. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത് സ്റ്റെഫി മാം ആണ്. മാം മെഡിറ്റേഷൻ ട്രെയിനർ ആണ്, ബ്രീത്ത് വർക്ക് എക്സ്പേർട്ട് ആണ്. മാമിനെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടും കൂടി ഈ ഒരു സെഷന് വേണ്ടിയിട്ട് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you, Sachna ma'am. Good morning, all. മോർണിംഗ്. Good morning. Good morning. സജ്ന മാം എനിക്കൊന്ന് കോസ്റ്റ് തരാമോ? ചെയ്യാം മാം. Okay. ഹായ് ഓൾ. നമ്മളിപ്പോ ഈ ഒരു ചെറിയ സമയം, അതും മോർണിംഗിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, അതുപോലെ ഏറ്റവും കാമിങ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ഈ ഒരു നമ്മള് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് മാജിക്കൽ ഹവേഴ്സ് ആണ്. അപ്പൊ അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഈ ഒരു സമയം നമ്മൾ ഇന്ന് കാണാനും മനസ്സിലാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബ്രെത്തിനെ പറ്റിയിട്ടാണ്. നമ്മൾ ഒരുപാട് ഈ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലില് ഒരുപാടധികം ചിന്തിക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നമ്മൾ ഒന്നുകൂടി ആ ശ്വാസത്തെ തിരിച്ചറിയാനും ആ ശ്വാസത്തിന്റെ പ്രാധാന്യത്തെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് പോവാണ്. എസ്പെഷ്യലി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെ. മുന്നേറ്റത്തിനേക്കാളും ഏറെ അധികം ഫാസ്റ്റ് ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വി ആക്ച്വലി കോൺസ്റ്റന്റ്ലി സറൗണ്ടഡ് ബൈ ഡെഡ് ലൈൻസ്, നോട്ടിഫിക്കേഷൻ, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്, അതുപോലെ ട്രാഫിക്, കംപ്ലീറ്റ്ലി ഇൻഫർമേഷൻസിലാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ഓവർലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് എല്ലാം മൂവ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. രാവിലെ ഒരു 10 മണി കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് എല്ലാവരും ധൃതി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ആസ് എ റിസൾട്ട് നമുക്കറിയാം നമ്മുടെ ബ്രെത്ത്, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡീപ്പായിട്ട് അല്ലെങ്കിൽ ലോങ് അവേഴ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. നമ്മുടെ വർക്ക് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്ന സമയത്ത് നമ്മുടെ ബോഡി ആൻഡ് മൈൻഡിന് നമുക്ക് എത്രമാത്രം ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതുപോലെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത്, ആൻഡ് ദ ബ്ലസ് പാർട്ട്, നമ്മൾ ഇത്രയും പേര് ഇവിടെ ആയിരിക്കുന്നു അല്ലെ. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ആദ്യമായിട്ട് എടുക്കുന്ന ശ്വാസത്തിന് അല്ലെങ്കിൽ കണ്ണു തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കൈകാലുകൾ മൂവ് ചെയ്യുന്നുണ്ട്, നമുക്ക് ശ്വാസം എടുക്കാൻ വളരെ റിലാക്സ് ആയിട്ട് സാധിക്കുന്നുണ്ട്. എത്ര പേര് നമ്മൾ ആ ഒരു എന്താ പറയാ വീണ്ടും ഒരു ഗാഠനിദ്രയിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും ആ ഒരു ബ്രെത്തിലേക്ക് എത്തിയപ്പോൾ എത്ര പേർ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കത് തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ശ്വാസത്തിന്റെ ഗതിയെ തിരിച്ചറിയാനായിട്ട് ഒരു മൂമെന്റ് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം പറഞ്ഞു വന്നത്, നമുക്കറിയാം അത്രയും റഷ് ആയിട്ടുള്ള ഒരു ഡേ ലൈഫിലാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ആ ഒരു തിരക്കേറിയ ലൈഫിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുന്നേ നമ്മളെ ഫില്ല് ചെയ്യുക, അതായത് എന്താണോ നമ്മുടെ ഫ്യൂവല്. ഇപ്പൊ നമുക്കറിയാം ബ്രെത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ആൻഷ്യൻ വിസ്ഡത്തിൽ ലൈക്ക് യോഗീസ് ആണെന്നുണ്ടെങ്കിലും സെയിൻസ് ആണെങ്കിലും ഒക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ശ്വാസം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഓക്സിജൻ ഇൻഹേൽ ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും അവിടെ പറയുന്ന കാര്യം എന്താണ്, നമ്മുടെ പ്രാണശക്തിയാണ് എന്ന് പറയും. ഇപ്പൊ നമുക്കറിയാം
നമ്മുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. ആ മൊബൈൽ ഫോണ് വളരെ പുതിയതാണ്, വളരെ ന്യൂ ആയിട്ടുള്ള ഒരു ഫോൺ ആണെങ്കിലും അത് വർക്ക് ആവണമെങ്കിൽ അതിനുള്ളിൽ ചാർജ് വേണമെന്ന് പറയും അല്ലെ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തെ അതിൻ്റെതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ, ഊർജ്ജസ്വലമാക്കാൻ അതിനുള്ളിൽ എന്ത് വേണം? ഈ ഒരു നമ്മുടെ പ്രാണശക്തി അത് അതിൻ്റെതായിട്ടുള്ള ഫ്ലോയിൽ ഒഴുകിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ്, ആൻസൈറ്റി, അതുപോലെ ഡെഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് പ്ലേസിലൊക്കെ നമുക്ക് എല്ലാം ഫാസ്റ്റ് ആയിട്ട് നടക്കണം, അത്രയും റഷ് ആയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് മോസ്റ്റ്ലി നമ്മുടെ ഒരു ബ്രെത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രെത്ത് ആണെന്നാ പറയാം. ചെസ്റ്റ് ബേസ് ആയിട്ടുള്ള ബ്രെത്ത്. ഈ ചെസ്റ്റ് ബേസ് ബ്രെത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഒന്ന് ജസ്റ്റ് നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ബ്രെത്ത് എടുക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഭയം വരുന്ന സമയത്ത്. അങ്ങനെയെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ടൈം ആയിട്ട് നമ്മൾ ഈ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബ്രെത്തിൽ ഉണ്ടാകുന്ന, അല്ലെ നമ്മുടെ പ്രാണശക്തിയിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റി എത്രമാത്രം ആയിരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കാം. ഇപ്പൊ യോഗീസ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനനുസരിച്ച് ബ്രെത്ത് മാറുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും, വളരെ കൂൾ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെത്ത് വളരെ നാച്ചുറൽ ആൻഡ് റിത്തമെറ്റിക് ആയിരിക്കും. നമ്മൾ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫിയർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ബ്രെത്തിൽ മാറ്റം വരുന്നു. അതായത് ഇമോഷൻസ് മാറുന്നതിനനുസരിച്ച് ബ്രെത്ത് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഒരു കാര്യം, ബ്രെത്തിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ, അതായത് ശ്വാസത്തിന്റെ ഗതിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് എന്ത് നിയന്ത്രിക്കാം? എന്തിനെ കൂടെ നിയന്ത്രിക്കാം? നമ്മുടെ ഇമോഷൻസിനെയും കൂടി നമുക്ക് നിയന്ത്രിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ റിലാക്സേഷൻ പ്രാക്ടീസിലൊക്കെ തന്നെ ബ്രെത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മെഡിറ്റേഷനിൽ തന്നെ നമുക്കറിയാം ബ്രെത്ത് അവയർനെസ് മെഡിറ്റേഷൻ, ബ്രെത്ത് കൺട്രോളിംഗ് മെഡിറ്റേഷൻ, അങ്ങനെ ശ്വാസത്തിന്റെ ഗതിയെ മാത്രം ഫോക്കസ് ചെയ്ത് ദർ ഇസ് മെനി ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ദർ ഓൾസോ. അപ്പൊ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ശ്വാസത്തിന്റെ ഒരു, അല്ലെങ്കിൽ പ്രാണശക്തി എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പ്രാണശക്തിയുടെ നമ്മുടെ ശരീരത്തിലുള്ള 5 ഡയറക്ഷനിലുള്ള സർക്കുലേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതായത് വെറുതെ നമ്മൾ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുകയല്ല എന്നും, നമ്മുടെ ശരീരത്തിൽ 5 ഡയറക്ഷനിൽ അതിന് പ്രത്യേകം ചില ധർമ്മങ്ങളുണ്ട് എന്നും നമ്മളിപ്പോ മനസ്സിലാക്കാനായിട്ട് പോവാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ചില എന്താ പറയുക, സംസ്കൃത നെയിമുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഈ 2 ഇമേജസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അതില് ഈ ഒരു ഇമേജ്, ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന ഇമേജില് ഫസ്റ്റ് നിങ്ങൾക്ക് കാണാം പ്രാണ എന്നുള്ളത്. അതായത് 5 ഡയറക്ഷനിൽ നമ്മുടെ ശരീരത്തിന്റെ 5 ഭാഗങ്ങളിലായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ശ്വാസത്തിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ ആദ്യത്തത് പ്രാണ എന്നുള്ളതാണ്. പ്രാണവായു എന്ന് നമ്മൾ പറയും. അതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് റെസിപ്ഷൻ ആണ്, അതായത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് റിസീവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. റിസീവിങ് എനർജി അഥവാ പ്രാണ. ദ ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് പ്രാണ ഹെൽപ്പ് അസ് റിസീവ്. നമുക്കറിയാം നമ്മൾ ഏറ്റവും ആദ്യം ഈ ഒരു ഭൂമിയിലേക്ക് പിറന്നു വീണ സമയത്ത് ആ പ്രാണശക്തിയാണ് നമ്മളിൽ ആദ്യമായിട്ട്, അല്ലെങ്കിൽ പ്രാണവായുവാണ് ആദ്യമായിട്ട് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ അനുഭവങ്ങളിലൂടെ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ശ്വാസം സ്വീകരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മുടെ അനുഭവങ്ങളെയും കൂടി നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഒരു പ്രാണശക്തിയിലൂടെയാണ്. ബട്ട് ഇറ്റ് ഓൾസോ റെപ്രസെന്റ് അവർ എബിലിറ്റി ടു റിസീവ് ലൈഫ്. അതാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുന്നതും ഈ പ്രാണശക്തിയിലൂടെയാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. വളരെ കാമിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾ നിൽക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഓരോ ശ്വാസത്തിലും നിങ്ങൾ അത്രമാത്രം റിലാക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ വളരെ എന്താ പറയുക, എക്സോസ്റ്റഡ് ആയിട്ടുള്ള, കെയർസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഓരോ ശ്വാസവും നമുക്ക് വല്ലാത്ത ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാണശക്തി എന്ന് പറയുന്നത് റിസീവിങ് എനർജിയാണ്. എന്ത് നമ്മളുടെ ജീവിതത്തിലേക്ക് റിസീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്രയും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ എന്തൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രാണശക്തിയുടെ റെഗുലേഷൻ അല്ലെങ്കിൽ അതിന്റെ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ചില ആളുകളെ സംബന്ധിച്ച് മെയിനായിട്ട് ഇതിന്റെ ഒരു പൊസിഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. റിസീവിംഗ് ആണ്. ഡയറക്ഷൻ പറയുന്നത് നിങ്ങളുടെ ചെസ്റ്റ് മുതൽ ബ്രെയിൻ വരെയാണ് അതിന്റെ ഒരു ഏരിയ പറയുന്നത്. ചെസ്റ്റിലാണ് മെയിനായിട്ട് റിസീവിങ് എനർജി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പല ആളുകളും നമ്മളടുത്ത് കടന്നു വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഹൃദയത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചെസ്റ്റിൽ ഒരു ടൈറ്റ്നെസ് ആൻഡ് ഹെവിനെസ് ഫീൽ ചെയ്യാം. ബട്ട് ഐ ഡോണ്ട് നോ വൈ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു സർക്കുലേഷനും മൂവ്മെന്റും, വെദർ ഇറ്റ്സ് ഫിസിക്കലി ഓർ ഇമോഷണലി, ഏത് വായു കറക്റ്റ് ആയിരിക്കണം? പ്രാണവായു കറക്റ്റ് ആയിരിക്കണം. എസ്പെഷ്യലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ചെസ്റ്റ് ബ്രീത്ത് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ, ചെസ്റ്റ് ബ്രീത്തിന്റെ പ്രത്യേകത ഇൻകംപ്ലീറ്റ് ബ്രെത്ത് എന്നാണ് പറയാം. നമുക്കറിയാം, നമ്മൾ സ്ട്രെസ്സിലായിരിക്കുമ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ടാണ് ബ്രെത്ത് എടുക്കുന്നത്. അതായത് ഇൻഹേൽ ചെയ്യുന്നതിനേക്കാളും വളരെ കുറച്ച് സമയത്തിലാണ് എക്സേൽ ചെയ്യുന്നത്. പക്ഷേ ബ്രെത്ത് സയൻസിൽ പറയുന്നത് ലോങ് എക്സലേഷൻ ആണ് നമ്മളെ ഏറ്റവും റിലാക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മളിങ്ങനെ ഷാലോ ബ്രീത്ത്, അതായത് ഇൻകംപ്ലീറ്റ് ബ്രെത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം നമ്മുടെ പ്രാണവായുവിനെ എഫക്ട് ചെയ്തിരിക്കും? നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. യെസ്. Okay, ma'am. Okay, ma'am. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രാണവായു ആണ് നമുക്കെങ്കിൽ നമ്മുടെ ജീവിതത്തെ വളരെ ഓപ്പൺ ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യാനും ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസിനെ അതിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു റിസീവിങ് എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആൻഡ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും എന്നുള്ളതാണ്. അതല്ലാതെ വരുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങളെ നമ്മുടെ ശരീരത്തിലെ, എസ്പെഷ്യലി നമ്മുടെ ചെസ്റ്റിൽ അതൊരു തടസ്സമായിട്ട്, നമ്മുടെ ഷോൾഡേഴ്സിൽ അതൊരു ബേർഡൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ പ്രാണവായുവിനെ സർക്കുലേറ്റ് ചെയ്യുക, ഓരോ ദിവസവും നമ്മുടെ പ്രാണവായുവിനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കോൺഷ്യസ്ലി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തെ റിസീവ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ഈ 5 കാര്യങ്ങൾ ഞാനൊന്ന് പറയട്ടെ. അടുത്തത് ഉദ്ധാനവായു ആണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഉദ്ധാനവായുവിന്റെ ഒരു കളർ നിങ്ങൾ നോക്കുക. സെക്കൻഡ് വൺ എഴുതിയിരിക്കുന്നത്, ഈ ഉദ്ധാനവായു എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്. നിങ്ങളുടെ ചെസ്റ്റ് മുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയഫ്രത്തിന് ആ ഒരു ഏരിയ മുതൽ നിങ്ങളുടെ ബ്രെയിൻ വരെയാണ് അതിന്റെ ഒരു ഫങ്ഷൻ ഇരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ഉദ്ധാനവായുവിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ, ഉദ്ധാനവായുവിന്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ദിസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വായുവാണ് ചലനത്തിന് സഹായിക്കുന്നത്. അപ്പം അപ്വേർഡിലേക്കുള്ള ഒരു ചലനത്തിന് സാധ്യമാക്കുന്ന വായുവാണ് ഉദ്ധാനവായു. അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയാ, ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ക്യാരിങ് എനർജിയാണ്. ക്യാരിങ് മീൻസ്, നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. ചില ആളുകൾ സംസാരിക്കും, നമ്മൾ കണ്ടിട്ടുണ്ടാവും, വളരെ ബോൾഡായി ഹെഡ് അപ്പ് ചെയ്ത് വളരെ കോൺഫിഡൻസോടെ അവർ കാര്യങ്ങൾ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. എന്നാൽ മറ്റു ചിലർക്ക് അത് പറയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. അതിന്റെ കാരണം ഒരിക്കലും അവർക്ക് ആ ഒരു ഐഡിയാസിനെ പറ്റി അറിയാഞ്ഞിട്ടോ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടോ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അതിനെപ്പറ്റി അവർക്ക് അറിയാം. അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൂത്ത് എന്താണെന്നും അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്നും അറിയാം. പക്ഷേ ഓപ്പൺ അപ്പ് ആവാനായിട്ട് പറ്റുന്നില്ല. പലപ്പോഴും ആളുകൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്, ഞാൻ സത്യമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും എനിക്കത് തുറന്നു പറയാൻ പറ്റുന്നില്ല, എൻ്റെ ത്രോട്ടിൽ എനിക്ക് സ്റ്റക്ക് ആയതുപോലെ ഫീൽ ചെയ്യാണ്. അതുപോലെ ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഞാൻ വളരെ ബ്ലാക്ക് ഔട്ട് ആയി പോകുന്നത് പോലെ തോന്നുന്നു. ആ സമയത്തൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ അപ്വേർഡ് എനർജിയിൽ എന്ത് വരികയാണ്, ഒരു
ലോ ആയിട്ട്, എസ്പെഷ്യലി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ വല്ലാതെ ടയേർഡ് ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്നുള്ളത് അല്ലെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉദ്ധാനവായു എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അപ്വേർഡ് എനർജിയാണ്. ലൈക്ക് നമുക്കറിയാം ചില സമയങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന, നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാണനിലൂടെ അല്ല പ്രാണവായുവിലൂടെ ഇൻഹേൽ ചെയ്യുന്ന ചില കാര്യങ്ങളെ നമ്മൾ ക്യാരി ചെയ്യുമ്പോൾ ആ ക്യാരി ചെയ്യുന്നതിനനുസരിച്ച്, ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഹാവ് യു നോട്ടീസ് ഹൗ വൺ എൻകറേജിങ് സെന്റൻസ് ക്യാൻ എൻറ്റയർ ചേഞ്ച് വൺസ് എൻറ്റയർ ഡേ. മോർണിംഗ് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ ത്രൂ ഔട്ട് എനർജി എന്താണെന്നുള്ളത് എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ക്ലാസ്സിലുള്ളവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അല്ലെ. എന്നാൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ അത് ക്യാരി ചെയ്യുന്നതായിട്ടും അത് നമ്മളെ എല്ലാ ഡിസിഷനെയും എസ്പെഷ്യലി നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിന്റെ ലോജിക്കൽ ആയിട്ടുള്ള സൈഡും ഒക്കെ തന്നെ ഒരു ഡിസ്റ്റർബിങ് കണ്ടീഷനിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോ ആ ഒരു ക്യാരിയിങ് എനർജിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൈ എപ്പോഴും നമ്മളെടുത്ത് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നവരുണ്ടാവും ഈ അനലോം വിലോം ഓൾട്ടർനേറ്റീവ് ബ്രെത്ത് വർക്ക് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ലോജിക്കൽ ബ്രെയിനും അതുപോലെ നമ്മുടെ എന്താണ് ക്രിയേറ്റീവ് ബ്രെയിനും ഒരുപോലെ വർക്ക്ഔട്ട് ആകും. ഇത്ര ചിന്തിക്കുക, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നമ്മൾ എന്ത് ക്യാരി ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് ഉദ്ധാനവായുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് എക്സാമിൻ ചെയ്തു നോക്കുക, നമ്മുടെ ഉദ്ധാനവായു കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ. ഇനി കറക്റ്റ് ആണ് എന്ന് തന്നെ ഇരിക്കട്ടെ, എല്ലാ ദിവസവും രാവിലെ ഇത് റീഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ എൻറ്റയർ ഡേയിൽ ഡിഫറൻസ് വരും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. ഇനി അടുത്തത് ട്രാൻസ്ഫോമിംഗ് എനർജി. I will show you the image. ഡൈജസ്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ അതിന്റെ ഡയറക്ഷൻ പറയുന്നത് പുള്ളിങ് ടുവേർഡ്സ് സെന്റർ എന്നാണ്, അതായത് ബെല്ലിയിലേക്കാണ്. അപ്പൊ നമുക്കറിയാം ഡൈജഷൻ ആയതുകൊണ്ട് തന്നെ സമാന വായുവിന്റെ ഒരു ധർമ്മമായിട്ട് ഇവിടെ പറയുന്നത് എന്തായിരിക്കും, ഫുഡ് ഡൈജഷൻ ആണ്. ബട്ട് ഓൾസോ അവർ ലൈഫ് നീഡ് ഡൈജഷൻ എന്നുള്ളതാണ്. എന്താണ്, നമ്മൾ ചിലപ്പെങ്കിലും ചില ആളുകളെങ്കിലും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന ഒരു വ്യക്തിയെ എനിക്ക് ഇതുവരെ ആയിട്ടും അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അന്ന് നടന്ന ആ സാഹചര്യം എനിക്ക് ഇതുവരെ അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ആ സാഹചര്യം, ആ വ്യക്തിയുടെ സംസാരം, ആ വ്യക്തിയുടെ അഭിപ്രായം, ഈ ഒരു സന്ദർഭം, ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മുടെ ഉള്ളിൽ നമ്മൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്കറിയാം പ്രോപ്പർ ആയിട്ട് ഡൈജഷൻ നടക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്. ഡൈജഷൻ നടക്കുമ്പോഴാണ് നിങ്ങൾ എന്ത് കഴിച്ചു എന്നുള്ളതല്ല, അത് ഡൈജസ്റ്റഡ് ആകുമ്പോൾ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് യൂസ്ഫുൾ ആയിട്ട് എടുക്കാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്കറിയാം ഭക്ഷണത്തിന്റെ കാര്യം, നമുക്ക് ഒരാള് ഇപ്പൊ നമ്മളൊരു സദ്യ കഴിക്കുകയാണ്, ആ സദ്യ ഉണ്ടാക്കിയതും നമുക്ക് ചിലപ്പോൾ വിളമ്പി തന്നതും വേറെ വേറെ ആളുകളായിരിക്കും. പക്ഷെ ആ ഭക്ഷണം എപ്പോഴാണോ നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അത് ഡൈജസ്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി പൂർണ്ണമായിട്ടും നമ്മുടേതായിട്ട് മാറാണ്. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ ഏത് സാഹചര്യം, ഏത് വ്യക്തികൾ നമ്മളിലേക്ക് തന്നു എന്നുള്ളതിനേക്കാളും ഇപ്പോ അത് എൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനെ ഉൾക്കൊള്ളണോ അതോ ആവശ്യമുള്ളത് എടുത്തിട്ട് റിലീസ് ചെയ്യണോ എന്നുള്ളത് ദാറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി. അപ്പോ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് സമാനവായുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഭക്ഷണം കുറെ സമയം ഡൈജസ്റ്റഡ് ആകാതെ നമുക്കുള്ളിൽ കിടക്കുകയാണെങ്കിൽ അത് എന്തായി മാറും? ഫുഡ് ഡൈജസ്റ്റ് ആവാതെ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അസിഡിറ്റി ഉണ്ടാവും, പോയ്സൺ ആയിട്ട് മാറും അല്ലെ. അപ്പോ അതേപോലെ അത് പിന്നെ നമുക്ക് വേണോന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്കറിയാം, ഇപ്പം
ഫാറ്റ് അക്യുമുലേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അൺവാണ്ടഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് നമ്മുടെ ശരീരത്തിൽ വെക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് അറിയാവുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ ചില ഇമോഷൻസ് അത് നമുക്ക് വേണ്ട, പക്ഷെ നമ്മൾ റിലീസ് ചെയ്യുന്നുമില്ല, എന്നാൽ അതിനെ നമുക്ക് ഉൾക്കൊള്ളാനൊട്ട് പറ്റുന്നുമില്ല എങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഒന്നുകിൽ അത് നമ്മളെ അവിടെ നിന്ന് തന്നെ ഡിസ്റ്റർബ് ചെയ്യും, അതല്ല എങ്കിൽ അത് നമുക്ക് അപ്വേർഡിലേക്ക് എൻറ്റർ ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് നമ്മൾ ഭക്ഷണം പ്രോപ്പറായിട്ട് ഡൈജസ്റ്റഡ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് പുളിച്ച് തികട്ടുന്നത് പോലെയൊക്കെ തോന്നാറുണ്ട്. അതായത് അസിഡിറ്റി, ഇപ്പൊ മാം പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ചില കാര്യങ്ങൾ ഡൈജസ്റ്റ് ആവുന്നില്ല. ലോങ് പീരീഡ് ഓഫ് ടൈമിൽ നമ്മൾ അതിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുമ്പോൾ പിന്നീട് നമ്മുടെ സംസാരവും പെരുമാറ്റത്തിലും ഒക്കെ എന്താണോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ റിഫ്ലക്ഷൻ വരാനായിട്ട് തുടങ്ങും. അപ്പോ സമാന വായു എന്ന് പറയുന്നത് ഫുഡ് ഡൈജഷന് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും അതുപോലെ മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ, അതായത് ഉൾക്കൊള്ളാൻ മാത്രമല്ല അബ്സോർപ്ഷനും കൂടിയാണ്. നിങ്ങൾക്ക് ജീവിതാനുഭവങ്ങളെ അതിനെ പാഠങ്ങളായിട്ട് ഉൾക്കൊള്ളാനും കൂടി സാധിക്കണം. അപ്പോഴാണ് നമ്മുടെ വളർച്ചയിലേക്ക് നമുക്കതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സമാന വായുവിന്റെ പ്രാധാന്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിപ്പ് പൊസിഷനിൽ, അഥവാ നമ്മുടെ ഹിപ്പ്, നമ്മുടെ ലോവർ അബ്ഡോമിൻ, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, യൂറിൻ ബ്ലാഡർ എല്ലാം അടങ്ങിയിരിക്കുന്ന ആ ഭാഗത്തിലാണ് നമ്മൾ ഈ റിലീസിങ് എനർജി പറയുന്നത്. അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റിലീസിങ്, എലിമിനേഷൻ ആണ്. അപ്പൊ ഈ വായു കൃത്യമാകാത്ത ആളുകളിൽ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് നല്ലോണം ഉണ്ടാവാറുണ്ട്. അതുപോലെ പെൽവിക്, അതായത് നടുവിന്റെ ഭാഗത്ത് ഹിപ്പ് ആ ഒരു ഏരിയയിൽ ഭയങ്കര ടൈറ്റ്നെസ് അനുഭവപ്പെടുക, ഇതൊക്കെ ഫിസിക്കലി ഉണ്ടാവുന്ന കാര്യമാണ്. ഇതേപോലെ ഇമോഷണലി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, പ്രോപ്പറായിട്ട് നമുക്ക് മോഷൻ പോയിട്ടില്ല എങ്കിൽ നമ്മുടെ ബോഡിയിൽ ആ ഒരു ദിവസം നമുക്ക് അനുഭവപ്പെടുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതൊരു 2 ദിവസമൊക്കെ നമ്മൾ അത് പിടിച്ചു വെക്കുകയാണെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ ചില ഇമോഷൻസിനെ നമ്മൾ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഇറ്റ് ക്രിയേറ്റ് ടൈറ്റ്നെസ് ഇൻ യുവർ ഹിപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഈ യോഗയിലൊക്കെ എസ്പെഷ്യലി ലേഡീസിന് യൂട്രസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ റിലാക്സേഷൻ വരാൻ വേണ്ടി ഹിപ്പ് ആൻഡ് പെൽവിക് റീജിയനിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നത്. ബിക്കോസ് സ്ട്രെച്ചിങ് ചെയ്യുമ്പോൾ ബോഡി ഫിസിക്കലി മൂവ് ആകുമ്പോൾ എയർ സർക്കുലേഷനും കൂടുന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ എന്നെ സെർവ് ചെയ്യാത്ത കാര്യങ്ങളെ റിലീസ് ചെയ്യുക എന്നുള്ളത് ദാറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി. സോ അതിന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അപാന വായു ആണ് എന്നാണ് പറയുന്നത്. വെൻ ദിസ് 4 വായു, ഈ 4 വായുവിനെ സർക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 5ാമത്തത് നിങ്ങൾക്ക് എന്താവുന്നു? ബാലൻസ്ഡ് ആവുന്നു എന്നാണ്. അതാണ് കണക്റ്റീവ് എനർജി. ദ ഫൈനൽ മൂവ്മെന്റ് സർക്കുലേറ്റ്സ് എനർജി ത്രൂ ഔട്ട് ദ ഹോൾ ബോഡി. തിങ്ക് ഓഫ് യുവർ ബോഡീസ് ബ്ലഡ് സർക്കുലേഷൻ. ഇൻ ദ സെയിം വേ ലൈഫ് എനർജി സർക്കുലേറ്റ് കണ്ടിന്യൂസ്ലി. It connects body, mind, emotion and awareness into the harmonious system. അപ്പം എന്താണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അതുപോലെ ജീവിതത്തിന്റെ ഫിസിക്കൽ ലൈഫിലുള്ള, അതായത് മെറ്റീരിയൽ ലൈഫിലുള്ള എല്ലാ ഏരിയാസ് ലൈക്ക് യുവർ ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, ഇൻ യുവർ കരിയർ ആൻഡ് പ്രൊഫഷൻ, how you feel the circulation. Is it really circulated and flow or like feeling stagnated എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സർക്കുലേഷന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് വ്യാനവായുവിന്റെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ്. ഈ ഒരു 5 കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചത്. ബ്രെത്ത് എന്ന് പറയുന്നത് റാൻഡമായി നമ്മൾ എടുത്തു വിടുന്ന കാര്യമല്ല എന്നും, ഞാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രസൻസിന്, ഒരു എക്സിസ്റ്റൻസിനെ നിലനിർത്തി കൊണ്ടുപോകുന്ന ശക്തിയെ ആ പ്രാണനാണ് എന്നുള്ളതാണ്. അപ്പോ ഒരു നിമിഷം നിങ്ങൾക്ക് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ശ്വാസത്തിന് എത്രമാത്രം റെസ്പോൺസിബിലിറ്റി, എത്രമാത്രം കാര്യങ്ങളാണ് അത് നിങ്ങളുടെ ശരീരത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുന്നത്. ആൻഡ് ദ ഓൺലി വൺ റെസ്പോൺസിബിലിറ്റി അതിനെ റെഗുലേറ്റ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഫ്ലോയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ്
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ആരുമില്ല, അല്ലെങ്കിൽ നമ്മൾ ഒറ്റക്കാണെന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ ജസ്റ്റ് ഒബ്സർവ് യുവർ ബോഡി. പല സാഹചര്യങ്ങൾ വരുന്ന സമയത്തോടും അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ ഹാർട്ട്, നമ്മുടെ ബ്രെത്ത്, അല്ലെ, നമ്മുടെ ബോഡി സിസ്റ്റം, എന്താണോ നമ്മുടെ കണ്ടീഷൻ അതിനനുസരിച്ച് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും നല്ല കമ്പാനിയൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ തന്നെയാണ്. ആൻഡ് ഫാസ്റ്റ്ലി ഈ ഒരു കാര്യങ്ങൾ ഒരുപാട് ബ്രെത്തുകൾ അതിൽ വരുന്നുണ്ട്, ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ബേസിക്കലി നിങ്ങൾക്കത് ചെയ്യാൻ എങ്ങനെയാണ് ഒരു മോർണിംഗിൽ നിങ്ങൾക്ക് ഈ 5 വായുസിനെ സർക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാന്നുള്ളത് ഞാനൊന്ന് ഫാസ്റ്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചെസ്റ്റും നമ്മുടെ ഹെഡ്, അതായത് നമ്മുടെ ബ്രെയിൻ വരുന്ന റീജിയൻ ആണ്. അവിടെയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. സോ വി സ്റ്റാർട്ട് വിത്ത്, ഇത് അനലോം വിലോം ആണ്. വി മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് നേസൽ ബ്രീത്ത്. നേസൽ ബ്രീത്ത് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നോസിലൂടെ ബ്രെത്ത് എടുത്ത് നോസിലൂടെ തന്നെ തിരിച്ചു വിടുകയാണ്, പക്ഷെ കോൺഷ്യസ്ലി ആണെന്ന് മാത്രം. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ബ്രെത്ത് തന്നെ, പക്ഷെ കുറച്ചും കൂടി അറ്റൻഷനോട് കൂടി എടുക്കുന്നു എന്നുള്ളതാണ്. ഹോൾഡ് ചെയ്യാതെ ബ്രെത്ത് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഓക്കെ, ദെൻ മുന്നോട്ട് പോകേണ്ടത് അനലോം വിലോമാണ്. അനലോം വിലോം എന്ന് പറയുന്നത് നമുക്കറിയാം, when you take breath through your left nostril, അത് നേരെ ഫിൽ ആവുന്നത് റൈറ്റ് ബ്രെയിനിലേക്കും, റൈറ്റ് നോസ്ട്രിലിലൂടെ ബ്രെത്ത് എടുക്കുമ്പോൾ ലെഫ്റ്റ് ബ്രെയിനിലേക്കുമാണ് ഫിൽ ആകുന്നത്. ഒരു ക്രൂഷ്യൽ മൂവ്മെന്റിൽ ലോജിക്കായിട്ട്, കൃത്യമായിട്ട്, ക്രിയേറ്റീവായിട്ട് ആ ഒരു കാര്യങ്ങളെ കാണാൻ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ബോത്ത് ബ്രെയിൻസ് എന്തായിരിക്കണം, ഓക്സിജൻ ഇനഫ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ലോജിക്കായിട്ട് സംസാരിക്കുന്നതിനേക്കാളും ഇമോഷണലി സംസാരിക്കാനുള്ള ടെൻഡൻസി കൂടുന്നത്. ദേഷ്യം വരുന്ന ആളുകളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ, എല്ലാത്തിനും ലോജിക്ക് മാത്രം നോക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും കൂടി നമുക്ക് സാധിക്കണമെങ്കിൽ ബോത്ത് ബ്രെയിൻസ് ആക്ടിവേറ്റഡ് ആയിരിക്കും. സോ അനലോം വിലോം കോൺട്രിബ്യൂട്ടഡ് ടു ദാറ്റ്. ആൻഡ് ദ സെക്കൻഡ് വൺ, ഹമ്മിങ് ബ്രീത്ത്. തേർഡ് വൺ, ആൻസൈറ്റി കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ബ്രെത്താണ് ഹമ്മിങ് ബ്രീത്ത് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റു പേരുകൾ ബീ ബ്രീത്ത്, അതല്ലെങ്കിൽ ഭ്രമരി പ്രാണായാമ എന്നൊക്കെ നമ്മൾ പറയും. എന്താണെന്ന് വെച്ചാൽ ഇൻഹേൽ ചെയ്യുന്നു നോസിലൂടെ, റിലീസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സൗണ്ടോട് കൂടി നമ്മൾ റിലീസ് ചെയ്യാണ്. പക്ഷെ ദ പോയിന്റ് നിങ്ങൾ ചെവി രണ്ടും നിങ്ങളുടെ തം ഫിംഗേഴ്സ് വെച്ച് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ഒരു ഹമ്മിങ് സൗണ്ട് പുറത്തേക്ക് വിടേണ്ടത്. ദെൻ യു ക്യാൻ ഫീൽ എ വൈബ്രേഷൻ there. അപ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ, എസ്പെഷ്യലി നമ്മുടെ ഔട്ട്സൈഡിൽ നിന്നുള്ള ഡിസ്ട്രാക്ഷനിൽ നിന്ന് നിങ്ങളെ ഇൻസൈഡിലേക്ക് പിക്ക് ചെയ്യാൻ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രെത്ത് വർക്കാണ് ഹമ്മിങ് ബ്രെത്ത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തി? ഹെഡിന്റെ കാര്യം, ബ്രെയിനിന്റെ കാര്യം ഏകദേശം ഓക്കെ ആയി. നെക്സ്റ്റ് വി വോണ്ട് ടു മൂവ് ടു ചെസ്റ്റ്. ചെസ്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്നത് ബോക്സ് ബ്രീത്ത് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഹേല്, ഹോൾഡ്, എക്സേല്, ഹോൾഡ്, എല്ലാം 4 സെക്കൻഡ്സിലാണ്. അതിനുശേഷം നിങ്ങളുടെ ഹാർട്ട് റീജിയൻ കഴിഞ്ഞാൽ നേരെ വി വോണ്ട് ടു എൻ്റർ ഇൻ ടു യുവർ ഡയഫ്രം ആൻഡ് സ്റ്റൊമക്. അവിടെ നമ്മൾ ചെയ്യുന്നത് ലോ ഡയഫ്രമാറ്റിക് ബ്രെത്ത് ആണ്. ഓക്കെ, ബ്രെത്ത് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ബെല്ലിയുടെ പൊസിഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് പുൾ യുവർ ബെല്ലി ലൈക്ക് എ ബലൂൺ, ആൻഡ് എക്സേൽ ചെയ്യുന്ന സമയത്ത് സ്ക്യൂസ് യുവർ ബെല്ലി. വളരെ സ്ലോ ആയിട്ട്, ബലം കൊടുക്കാതെ, ഏറ്റവും റിലാക്സ് ആയിട്ട് ചെയ്താൽ, സ്ലോ ഡയഫ്രമാറ്റിക് ബ്രെത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻറ്റയർ ബോഡിയിൽ ആ ഒരു ഓക്സിജൻ സപ്ലൈ ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, കപാൽപതി. ഇത് ചില റെസ്ട്രിക്റ്റഡ് കേസുകളുണ്ട്. ഇപ്പോൾ ക്രോണിക് ആയിട്ടുള്ള നോസ് ഇഷ്യൂസോ ബ്ലീഡിങ്സോ ഒക്കെ ഉണ്ടെങ്കിലോ,
മൈഗ്രെയിൻ ഇഷ്യൂസ് അതുപോലൊക്കെ ഉള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കപ്പാൽപ്പതി ഒഴിവാക്കാം. ഹൈ അസിഡിക് നേച്ചർ ഉള്ളവർക്കും കപ്പാൽപ്പതി ഒഴിവാക്കാം. അല്ലാത്തവർക്ക് നിങ്ങളുടെ ഡൈജസ്റ്റീവ് ഫയറിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ദിസ് ബ്രെത്ത് ടെക്നിക് വിൽ ഹെൽപ്പ്. ഓക്കെ, ആൻഡ് ഇപ്പൊ നമ്മൾ ബെല്ലിയിലെത്തി. ഇനി നമുക്ക് ഹിപ്പാണ് ഉള്ളത്. ഹിപ്പിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്രെത്തിനേക്കാൾ ഉപരി നമ്മൾ അവിടെ സ്ട്രെച്ചിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. വെദർ യു ആർ എ മെൻ ഓർ വുമൺ, എസ്പെഷ്യലി വുമൺ. മെന്നിനും വർക്കൗട്ട്സ് സെയിം തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് എക്സസൈസസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു പോസ്റ്റേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്താണോ നിങ്ങളുടെ ബോഡി കണ്ടീഷൻ, ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പ്ലാങ്ക്. ഇത് നിങ്ങൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ പലപ്പോഴും ചെയ്തിട്ടുണ്ടാവും. ഓവറോൾ ബോഡി സർക്കുലേഷന് പ്ലാങ്ക് ഇസ് വെരി ബെനിഫിഷ്യൽ. പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓവറോൾ ബോഡി, നിങ്ങൾ നല്ലൊരു എന്താ പറയാ ഉഷാറായിട്ടുള്ളൊരു വാക്കിങ്ങിന് പോകും. ഓവറോൾ ബോഡി ഒന്ന് ഹീറ്റ് ആവാൻ വേണ്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഓരോ നിമിഷവും നിങ്ങളുടെ ശ്വാസത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് എൻ്റർ ചെയ്തല്ലേ, അപ്പോ ശ്വാസം നിങ്ങളുടെ ത്രൂ ഔട്ട് റഷ് ഡേയ്സിൽ കുറേ സമയമൊന്നും എടുക്കണമെന്ന് പറയുന്നില്ല. ഒരു 11 മണിയൊക്കെ ആഴുന്ന സമയത്ത് നിങ്ങൾ ചായ കുടിക്കാറുണ്ട്. ആ ചായ കുടിക്കുന്ന സമയത്ത് ഒന്ന് നിങ്ങളെ ബ്രെത്ത് ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഒന്ന് സമാധാനത്തെ കണ്ണടച്ച് കുറച്ച് സമയം ഒന്ന് ബ്രെത്ത് ചെയ്ത് നോക്കിയേ. അതുപോലെ വൈകുന്നേരം ഒരു ഈവനിങ് ടൈമിൽ നിങ്ങളൊന്ന് ബ്രെത്ത് ചെയ്ത് നോക്കിയേ. അതിന് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. എനിവേ, ഈ ഒരു സമയം ഇവിടെ കടന്നു വന്ന നിങ്ങൾ എല്ലാവരെയും, ഇത്രയും ടൈം കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. ആൻഡ് ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾ വളരെ എനർജറ്റിക് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് നമ്മുടെ ശ്വാസത്തിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും. ശ്വാസത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം ആദ്യം തന്നെ എന്നാണ് ഇതിന് മനസ്സിലായത്. പ്രാണായാമങ്ങളും എല്ലാം ഇതിന് സഹായമാണ്. അതുപോലെ തന്നെ മാഡം പറഞ്ഞതുപോലെ തന്നെ കപാൽഭാതി, അതേപോലെ എന്താ പറയാ, ശ്വാസത്തെ നമ്മൾ ആദ്യം ഈ ഒരു റെഗുലേറ്റ് ചെയ്യുന്നതിനേക്കാളും അതിനെ ഒബ്സർവ് ചെയ്ത് തുടങ്ങുക. നമ്മൾ ഓരോ നിമിഷവും ആ ശ്വാസത്തെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങും. അതെ അതെ, ശരിയായിട്ട് മനസ്സിലാക്കി. ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു. നന്നായിട്ട് മനസ്സിലായി. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു മാം. ദ ഏൻഷ്യന്റ് വിസ്ഡം ഓഫ് ബ്രത്ത്, അതിന്റെ എല്ലാ വശങ്ങളിലും മാം പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രാണ എന്ന് പറയുന്നത് വായു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. നമ്മുടെ ഫിസിക്കലി മെന്റലി എല്ലാം പിടിച്ചു നിർത്തുന്നത്, അതിൻ്റെ ആ ഒരു എനർജി ഉണ്ടാക്കി തരുന്നതാണിത്. അതുപോലെ തന്നെ ഫുൾ കവർ ചെയ്തിട്ടുണ്ട് മാം. ഈ ബ്രീത്തിന്റെ പല വശങ്ങളും 5 വായുസിനെ കുറിച്ചും ഡിസ്ക്രൈബ് ചെയ്യുകയുണ്ടായി. പിന്നെ സ്ട്രെച്ചിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്ലാങ്ക്, അതിനെക്കുറിച്ച് മാം വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് യോഗ വിത്ത് ജിം, അപ്പൊ അതിൽ ഒരു ദിവസം ഇത് മാം പറഞ്ഞതെല്ലാം ഞാൻ ഇത് ചെയ്യാറുണ്ട്. ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. പഠിക്കുന്നതല്ല, ഞാൻ പോയി എനിക്കത് ഒരു ബോഡി എക്സർസൈസിന് വേണ്ടി. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞായിരുന്നു മാം. നല്ല വിശദീകരിച്ച് തന്നെ അത് PPTയും കൂടെ കാണിച്ചത് കൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ എനർജിയെ കുറിച്ച്. അതുപോലെ തന്നെ മാം, എൻ്റെ തന്നെ ഒരു റിലേറ്റീവ് എന്നോട് പറയുകയുണ്ടായി,
കൂടെ കൂടെ ഈ ചെസ്റ്റിനകത്ത് മാം ആ പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എന്തോ ഫീൽ ചെയ്യുന്നു. അപ്പൊ അതില് മാം പറഞ്ഞതെന്ന് വെച്ചാൽ അതിന്റെ ആ കറക്റ്റ് പ്രാണവായുവിനെ കറക്റ്റ് ചെയ്യണം. കൊളസ്ട്രോൾ ഇഷ്യൂ ഉണ്ടോ? ഇല്ല 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 ഇല്ല. ഓക്കെ. അപ്പൊ അത് ജസ്റ്റ് അതിന്റെ ബ്രീത്ത് എടുക്കുന്നത് ഇൻകംപ്ലീറ്റ് ആയതുകൊണ്ടായിരിക്കും. ഓവറോൾ ആണ്. ചെസ്റ്റ് ബ്രീത്ത് മാത്രം ഫോക്കസ് ചെയ്തോണ്ട്, അല്ലെങ്കിൽ ബോക്സ് ബ്രീത്ത് മാത്രം ചെയ്തോണ്ട് മാത്രം കാര്യം വരുന്നില്ല. ഒന്ന് നമ്മള് റിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ, ആളുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മളൊന്ന് സംസാരിക്കുക. മേ ബി അവർക്ക് എന്തെങ്കിലും ഓപ്പൺ അപ്പ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ടാവും. അതെന്താണെന്നുള്ളത് റിലീസ് ചെയ്യാനായിട്ട് അത് അനുവദിക്കുക. ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുക, സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അവരുടെ ഷോൾഡർ, ചെസ്റ്റ് ഏരിയയിൽ, ഇപ്പം മാം ജിമ്മിലൊക്കെ പോകുന്നതായതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, പക്ഷെ ചെസ്റ്റിലെ എക്സ്പാൻഷൻ വർക്ക്ഔട്ട്സും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഷോൾഡർ റൊട്ടേഷൻ, നെക്ക് സ്ട്രെച്ചിങ്, അതുപോലെ ചെസ്റ്റ് ഓപ്പണിങ്, വിങ്സ് ഓപ്പൺ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്ന സമയത്ത് ആ വായുവിൽ മൂവ്മെന്റ്സ് വരികയും, അതുപോലെ അതിനൊപ്പം തന്നെ ബ്രെത്ത് വർക്ക് കൂടി ചെയ്യുക. ആൻഡ് ഗിവ് ഹെർ എ സ്പേസ്, അതായത് സംസാരിക്കാനായിട്ടുള്ള, എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും കൂടി കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഓൾറൗണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ സീ വിസിബിൾ റിസൾട്ട് എന്നുള്ളതാണ്. ഓക്കെ. അതുകൊണ്ട് ഇതിന്റെ ശക്തി ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ഇമോഷണൽ ഇഷ്യൂസിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് മാം വന്നത്. ഇത്രയും പ്രാധാന്യമുണ്ട് അതിന്. കൺഗ്രാജുലേഷൻ മാം. താങ്ക് യു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സ്റ്റെഫി മാം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു ട്ടാ. നന്നായി മനസ്സിലാവണുണ്ടായിരുന്നു. പിന്നെ ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബ്രീത്ത്, ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മളുടെ ബ്ലഡിൽ കൂടെ പോയി നമ്മുടെ ഫുഡിലുള്ള ന്യൂട്രിയൻസിനൊക്കെ എടുത്ത് സെല്ലുകളിൽ എത്തി അതിന് എനർജി റിലീസ്, അങ്ങനെ അത് മാത്രമാണെന്നുള്ളതായിരുന്നു എൻ്റെ ഒക്കെ ഒരു മുമ്പൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത്. പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ ശ്വാസത്തിന് അങ്ങനെ ഒരുപാട് നമ്മുടെ മൈൻഡിനായിട്ട്, ബോഡിയായിട്ട്, അതുപോലെ നമ്മുടെ ഇമോഷൻസിനായിട്ടൊക്കെ ഒരുപാട് കണക്റ്റഡ് ആണ്. നമ്മുടെ ശ്വാസം നമ്മൾക്ക് നിയന്ത്രിക്കാനും അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നിയന്ത്രിച്ച് കൊണ്ടുപോകാനും അതിൽ ശ്രദ്ധിക്കാനൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുപാട് നമുക്ക് തന്നെ നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു തിരിച്ചറിവ് തന്നെയാണ്. എന്തായാലും മാമിന്റെ ക്ലാസ്സുകൾ ആ ഒരു 5 വായു ഇതുകളും പിന്നെ എക്സസൈസുകളും യൂസ്ഫുൾ ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡിയർ. താങ്ക് യു. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷം. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. നമ്മൾ ശരിക്കും നമ്മളുടെ ശ്വാസത്തെയൊക്കെ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ പ്രപഞ്ചത്തെയും അതിന്റെ പിന്നിലുള്ള ആ ഒരു ശക്തിയെയും നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. എന്തായാലും ചെറിയ ഒരു ഗിഫ്റ്റ് എന്നല്ല ഇതോട് നമുക്ക് തന്നിട്ടുള്ളത്, ശരിക്കും മനസ്സിലാവും അല്ലേ? എന്തായാലും താങ്ക് യു, നല്ല അടിപൊളി സെഷൻ. താങ്ക് യു സർ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാലേ എന്നാ? Okay, ma'am. Thank you all. Have a nice day. Thank you, ma'am. Thank you, ma'am. Thank you. Thank you.